നമസ്തേ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ പതിവ് പോലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ദോശയാണ് കേട്ടോ. നമ്മൾ തട്ടിൽ കുട്ടി ദോശ എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതൊക്കെ തട്ടുകട ദോശ കേട്ടോ. ഇത് തട്ടുകടയിൽ ഇങ്ങനെയുള്ള ദോശ വൈകുന്നേരങ്ങളിൽ കിട്ടുക. ഇതും നല്ല ചുമന്ന കളറ് ചട്നി ആയിട്ടാട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ. അത് തന്നെ മതി, വെള്ളമൊക്കെ കൂട്ടി ഒഴിച്ച് ചട്നി ആട്ടോ. പക്ഷേ ഇന്ന് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് കടലക്കറി ആട്ടോ. ഏതായാലും ഞാനിത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടൊന്ന് ചതയ്ക്കുകയാണ് കേട്ടോ, നമ്മുടെ കടലക്കറിക്കിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വായു കോപം ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉച്ചയോടുള്ള കാര്യം കൂടി അങ്ങ് തയ്യാറാക്കാം അല്ലേ? നമ്മുടെ ജോലി നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി മാറി നിൽക്കണമല്ലോ, നമുക്കും വേണ്ടേ ഫ്രീ ടൈം. ഓക്കെ. അപ്പോൾ ഇന്ന് ക്യാബേജ് തോരനാട്ടോ. ക്യാബേജ് തോരനുണ്ട്. പിന്നുള്ളത് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയതാണ്. നമ്മൾ ഉച്ചയാവുമ്പോൾ ഈ ചോറ്റുപാത്രം തുറന്നിട്ട് ഈ ക്യാബേജ് തോരനും വെണ്ടയ്ക്കയും അല്ലേ, ഇനിയപ്പോൾ എന്താവട്ടെ, എന്ത് തരം മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ ആവട്ടെ, ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്നും അങ്ങനെ ഫുള്ള് ആഹാരമൊന്നും കഴിക്കില്ല കേട്ടോ. പകുതി വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ അമ്മ പറയുമോ, എൻ്റെ മോൾക്ക് എന്ത് സ്നേഹ, ചോറ് പകുതി കൊണ്ടുവന്നിരിക്കുന്നു അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ പാത്രം കഴുകാൻ സമ്മതിക്കില്ല, ബാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം, ബാക്കി ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞിരുന്ന സമയത്ത് കടലക്കറിക്കുള്ള ഗ്രേവി തയ്യാറായിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഒരുപാട് താമസിച്ചു കേട്ടോ യൂട്യൂബ് തുടങ്ങിയത്. കാരണം സംശയം കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമോ, ലൈക്ക് ചെയ്യുമോ? പക്ഷേ ആ സംശയമൊന്നും വെറുതെ ആയില്ല കേട്ടോ. വലിയ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഒരു ധൈര്യത്തിൽ അങ്ങ് കൊണ്ടുപോകുന്നു, അത്ര മാത്രം. എനിക്കറിയില്ല കേട്ടോ എന്താ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന്. ഞാനൊക്കെ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ നമ്മൾ ചിന്തിക്കും കേട്ടോ, ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഓരോ വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. യൂട്യൂബിന് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിനേക്കാളും കണ്ടീഷൻസും കാര്യങ്ങളാണ് ഈ കാണുന്ന ആൾക്കാർക്ക് അല്ലേ. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ലൈക്ക് തരാൻ പോലും ബുദ്ധിമുട്ടാണ്, കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. എനിവേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് തന്നെ ആയാലും ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മടിച്ചത്. എങ്കിലും ഞാൻ കരുതി ഒന്ന് തുടങ്ങിയേക്കാം അല്ലേ. നമ്മളെന്തായാലും വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു മൊബൈൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുക, അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. കാരണം എല്ലാത്തിനും ഒരു ധൈര്യത്തിന് വേണ്ടി നമ്മളൊക്കെ തുടങ്ങുന്നു എന്നല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ ഈ മോർണിംഗ് വാക്ക്. കാരണം മോർണിംഗ് വാക്കിന് പോയതിന് ശേഷം എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായി കേട്ടോ, ഒരുപാട് വ്യത്യാസം. കാരണം എനിക്ക് ഇടയ്ക്ക് വെച്ച് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്നത് നമുക്ക് വളരെ ഒരു സ്ട്രെസ്സായിട്ടൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ വെളുപ്പിനുള്ളൊരു മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സ്ട്രെസ് റിലീഫ് മെഡിസിൻ തന്നെയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, അങ്ങനെ ഓരോ കറികളും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പം അവസാനം ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുള്ളൂ ഞാൻ എങ്ങനെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉച്ചയാവുമ്പോൾ നമ്മുടെ ഈ ചോറും ഈ ക്യാബേജ് തോരനും ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ഈ ചമ്മന്തിപ്പൊടിയൊക്കെ മാത്രം മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ചമ്മന്തിപ്പൊടിയും ക്യാബേജ് തോരനും മാത്രമായാലും മതി, ചമ്മന്തിപ്പൊടിയും വെണ്ടയ്ക്കയും മാത്രമായാലും മതി കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ്. നമ്മളിനി എത്ര ഡയറ്റ് പ്ലാൻ എന്നും എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടൻ ഫുഡിനെ വെല്ലാൻ വേറെ ഒന്നുമില്ല അല്ലേ. എത്ര ഡയറ്റ് കോൺഷ്യസ് ആണ്, എണ്ണ കുറയ്ക്കണം, മസാല കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ നാടൻ കറി കാണുമ്പോൾ നമ്മൾ അറിയാതെ കഴിച്ചു പോകും അല്ലേ. ആ നാടൻ കറികൾ ഉണ്ടാക്കാത്ത വീടുകളുമില്ല. എല്ലാ വീടുകളും ഇപ്പോഴും അമ്മമാർ ഇതേ കണക്കുള്ള കറികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ ദോശയുടെ കടലക്കറിയില്ല, അതും കൂടെ ഞാൻ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ.
കാരണം ഇവിടെ ഇരുന്നാൽ വെറുതെ കഴിക്കില്ല. വൈകിട്ടും ദോശയുടെ ബാക്കി എന്തായാലും ഉണ്ട്, അത് വൈകിട്ട് കഴിച്ചാലും കടലക്കറി അധികം വരും, വെറുതെ എടുത്ത് കളയണ്ടേ. അപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നമ്മൾ കറി വെച്ചത് വെറുതെ ആവുകയില്ല. വെറുതെ നമ്മളെന്തിനാ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ കുറച്ച് മാതളം പൊമഗ്രാനൈറ്റ് ഇരിപ്പുണ്ട്, അത് ഞാൻ കുറച്ചിങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിവേ ഞാൻ ബോറടിപ്പിച്ചോന്നൊന്നും എനിക്കറിയില്ല. ബോറടിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ, അത് മാത്രമല്ല ഇത്രയും നേരം സഹിച്ചും ക്ഷമിച്ചു വരുന്ന എൻ്റെ വീഡിയോ കണ്ടതിന് തന്നെ ഒരുപാട് താങ്ക്സ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കറിയില്ല എല്ലാവരും ഈ വീഡിയോ അവസാനം വരുന്നത് കാണുമോ എന്നൊക്കെ. ഞാനിപ്പോൾ അവസാനം ആണ് ഈ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും കാര്യം പറയുന്നത്. ഇതിപ്പോൾ അവസാനം വരെ ഈ വീഡിയോ കാണുന്നവർക്ക് അത് കേൾക്കാൻ കഴിയുള്ളൂ അല്ലേ. ചിലർ പകുതി ആകുമ്പോൾ സ്കിപ്പ് ചെയ്തും എന്ത് ബോർ വീഡിയോ ആണെന്നൊക്കെ വെച്ചിട്ടല്ലേ. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി എൻ്റെ വീഡിയോസ് കാണണം കേട്ടോ. ഓക്കെ, ബൈ.